ആദ്യമായി നമ്മുടെ സംസ്ഥാനത്ത് പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ ബസ് യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ ജനകീയ സർക്കാർ. ഇത് നിരവധി പാവപ്പെട്ട കുടുംബങ്ങൾക്കും ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയാണ്. ജോലി, വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു അനുഗ്രഹമാണ്. ബൈബിളിൽ ഇന്നത്തെ രീതിയിലുള്ള സൗജന്യ ബസ് യാത്രയൊന്നും കാണാനായിട്ട് നമുക്ക് കഴിയില്ല. ദൈവം തന്റെ ജനത്തിന്റെ ജീവിതയാത്രയ്ക്ക് ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും നൽകിയ സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം അവർക്ക് ഭക്ഷണത്തിന് മന്നയും ദാഹത്തിന് വെള്ളവും കൊടുത്തു. അവർക്ക് വഴികാട്ടാൻ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ദൈവം നൽകി. ഇത് ദൈവം ജനത്തിന്റെ യാത്രയ്ക്കായി സൗജന്യമായി നൽകിയതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു: കർത്താവ് നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. സങ്കീർത്തനം 121:8. ദൈവം നൽകുന്നത് പാപത്തിൽ നിന്നും നിത്യജീവനിലേക്കുള്ള ഒരു ആത്മീയ യാത്രയാണ്. അതാ തികച്ചും സൗജന്യവും. സർക്കാർ നൽകുന്ന സൗജന്യ ബസ് യാത്ര ജനങ്ങളുടെ ജീവിതഭാരം കുറച്ച് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് എത്തിക്കാനാണെങ്കിൽ ഓർക്കുക, ദൈവം ഒരുക്കിയിരിക്കുന്ന ആ സൗജന്യ യാത്ര പാപത്തിൽ നിന്നും രക്ഷയിലേക്കും മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്കുമുള്ള ആത്മീയ യാത്രയാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന് ദാനമത്രയാകുന്നു. എഫെസ്യർ 2:8. അതായത് ദൈവത്തിന്റെ സൗജന്യമായ കൃപ മനുഷ്യൻ നിത്യമരണത്തെ വിട്ട് നിത്യജീവനിലേക്ക് എത്തിക്കുന്നു, തികച്ചും സൗജന്യമായി. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കും.